ആഹാ, അച്ഛന്റെ മോൾ ഇതുവരെ എഴുന്നേറ്റില്ലയോ? മോളെ മോളെ ഇതൊക്കെ മോളെ, സ്കൂളിൽ പോണ്ടേ? ആ എന്നാ ചായ കുടിക്ക്. ഈ ചായ കുടിച്ചിട്ട് വേഗം മോള് റെഡിയാകാൻ നോക്ക്. അപ്പോഴേക്കും അച്ഛൻ കഴിക്കാൻ എന്തെങ്കിലും ഉണ്ടാക്കാം. എന്താ മോള്? അച്ഛാ, കഴിക്കാൻ എന്താ ഉള്ളത്? ദോശയും മുട്ടക്കറിയും. കൊണ്ടുപോകാൻ ദോശയും ചമ്മന്തിയും അല്പം അച്ചാറും. എന്താ പോരെ? ഓ, എന്നും ഈ ദോശയും ചമ്മന്തിയും മടുത്തു. അതല്ലാതെ ഈ അച്ഛൻ എന്തുണ്ടാക്കാനാ മോളെ? അച്ഛൻ ജോലി കഴിഞ്ഞ് വരുമ്പോ എനിക്ക് പൊറോട്ടയും കോഴിക്കറിയും മേടിച്ചോണ്ട് വരണം. ശരി, അച്ഛൻ വാങ്ങിച്ചോണ്ട് വരാം. പൊറോട്ടയും കോഴിക്കറി. എന്താ? അയ്യോ, അച്ഛാ, സോപ്പ്. ആ എന്നാ സോപ്പ്. കുളിക്കാൻ വരുമ്പോ സോപ്പും ഒക്കെ എടുത്തോണ്ട് വരണ്ടേ എൻ്റെ മോളെ? മറന്നുപോയോ? ആ ആ ആ ശരി. ആ ഓളോ വെച്ചു. ആ നല്ലത്. അച്ഛൻ തല തോർത്ത പനി പിടിക്കും. ആ ആ കഴിക്ക് കഴിക്ക്. ആ കഴിക്ക്. ആ ആ കുടിക്ക് കുടിക്ക് കുടിക്ക്. ആ ഇതാ. ആ കഴിക്ക്. ആ ആ ആ മക്കളെ കഴിക്ക്. മതി അച്ഛ, എന്റെ വയറ് മാവനച്ഛാ. ഓ ആ എന്നാ ഇനി അച്ഛൻ കഴിച്ചോളാം. ഈ വെള്ളം കുടിക്ക്. എന്നിട്ട് കൈയൊക്കെ കഴുകി റെഡിയാവും. ആ നേരെ നിക്ക്. ആ കൊള്ളാം കൊള്ളാം. ആ ആ അങ്ങനെ. അപ്പം വരും കൂട്ടുകാര്. ഓ വന്നെന്നാ തോന്നുന്നത്. ആ പെട്ടെന്ന് റെഡി ആയാലേ അവരോടെ പോവാം. വെളിയിൽ ആരോ വന്നല്ലേ. ആ മോടെ കൂട്ടുകാരെല്ലാരും ഗുഡ് മോർണിംഗ്. ആ കൊള്ളാം കൊള്ളാം. മക്കൾ പോയിച്ചോ. ആ സാറേ സാറേ, ധർമ്മന്താ സാറേ?
സാറേ, മാ മാ കുഞ്ഞെ, എന്തെങ്കിലും താ കുഞ്ഞെ. മാ School. Sona and Sunil go to a school near colony. It is called Indian Public School. It is a big school. There are many classrooms. There are many teachers and a principal. മോളെ, ഇന്ന് പഠിച്ച മതി. ഹായ്, പൊറോട്ടയും കോഴിക്കറിയും. നല്ല അച്ഛൻ. എന്റെ മോള് പറഞ്ഞ അച്ഛൻ മറക്കുവോ? എന്റെ മോള് കഴിക്ക്. ഇത് കഴിച്ചിട്ടേ നമുക്ക് പോയി കിടന്ന് ഉറങ്ങാം. മതി. മോള് നല്ലോണം പഠിക്കണം, നല്ലൊരു ഡോക്ടർ ആകണം. അതാണ് അച്ഛൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം. ശരി അച്ഛാ. എന്റെ പൊന്നുമോള് നല്ലപോലെ കഴിച്ചു. കഴിക്ക്. കൊക്കുള്ളൂ. എടോ, കൈ നിറച്ച് കാശുണ്ടല്ലോ. ഈ പഴമാണോ തൻ്റെ ഉച്ചയ്ക്കുള്ള ആഹാരം? എന്തിനാ ഈ പിശുക്ക് കാണിക്കുന്നത്? ആ ഹോട്ടലിൽ ചെന്ന് ഒരു ഊണ് മേടിച്ച് വയറ് നിറച്ച് കഴിച്ചുകൂടായോ? തനിക്കത് പറയാം. എനിക്കൊരു മോളാ ഉള്ളത്. അവളെ എനിക്ക് സുന്ദരമായി പഠിപ്പിക്കണം. അതിന് പണം വേണം. അവക്ക് ഡോക്ടറാകാനാ ആഗ്രഹം. കൊള്ളാം, മോഹം കൊള്ളാം. എടോ, അതിനെ കൂടെ ഈ തൊഴിൽ പഠിപ്പിക്ക്. തനിക്ക് കുറച്ച് കാശുണ്ടാക്കാം. ഇല്ലില്ല, അവളെ ഞാൻ ഈ പണിക്ക് വിടത്തില്ല. അതല്ലേ ഞാൻ ഈ വേഷം കെട്ടുന്നേ. ഡോക്ടറാകും പോലും. ഡോക്ടർ. എടോ, ഇപ്പം നമുക്കൊരു തൊഴിലുണ്ട്. ഇതുകൊണ്ട് 5-6 കാശുണ്ടാക്കുകയും ചെയ്യാം. അല്ലെങ്കിൽ നമ്മൾ തെണ്ടിപ്പോയേനെ. തായേ, വല്ലതും തരണേ. വല്ലതും തരണേ. ഇവിടെ ഇരുന്നിട്ട് വലിയ കാര്യമൊന്നുമില്ല. പണ്ടത്തെ പോലൊന്നും അല്ലെന്നേ. ഈ ആഗോളവൽക്കരണം വന്നത് പിന്നെ പണി വളരെ മോശമാ. പിന്നെ ചില ദരിദ്രവാസികൾ 2, 5, 3 ഒക്കെ തരും. ചില ഇരപ്പാളികൾ ഒന്നും തരില്ല. എന്തായാലും ഞാനൊന്ന് കറങ്ങിയിട്ട് വരാം. അച്ഛാ, അച്ഛാ, നേരം വെളുത്തച്ഛാ. എന്താ അച്ഛാ? ഒരു പനി പോലെ മോളെ. നല്ല ചൂടല്ലോ. നമുക്ക് ആശുപത്രി പോവാം. അച്ഛാ. വേണ്ട മോളെ, മോള് റെഡിയായി വേഗം സ്കൂളിൽ പോവാൻ നോക്ക്. ഇല്ല, മോൾ ഇന്ന് സ്കൂളിൽ പോവുമില്ല. ഇല്ല, മോള് സ്കൂളിൽ പോകണം. പഠിച്ച് നല്ല മാർക്ക് മേടിച്ചെങ്കിലേ ഡോക്ടറാകാൻ പറ്റും. ഒരു ദിവസം സ്കൂളിൽ പോയില്ലേലും കുഴപ്പമില്ല. ഞാനും വരും അച്ഛൻ്റെ കൂടെ ഹോസ്പിറ്റലിൽ. എനിക്ക് അച്ഛനല്ലാതെ വേറെ ആരാ ഉള്ളത്? എന്റെ മോള് വിഷമിക്കണ്ട. നമുക്ക് ആശുപത്രിയിൽ പോവാം.
ശ്വാസം ഒന്ന് വലിച്ചോട്ടെ. ഇന്ന് രാവിലെ എഴുന്നേറ്റപ്പോ ശരീരമാസകല ഒരു വേദന, നല്ല പനിയും ഉണ്ട്. ഇതുപോലെ ഇതിനു മുമ്പ് സംഭവിച്ചിട്ടുണ്ടോ? വർഷങ്ങൾക്ക് മുമ്പ് അപകടത്തിൽപ്പെട്ട് കുറച്ചുനാൾ ഞാൻ ആശുപത്രിയിലായിരുന്നു. അതിനുശേഷം വലിയ പണിയൊന്നും ചെയ്യാൻ വയ്യ. നട്ടലിന് ശരിയായ ക്ഷതം സംഭവിച്ചെന്നാണ് ഡാക്ടർ പറഞ്ഞത്. ഇതുകൊണ്ടുപോയി കൊടുക്ക്, സ്കാൻ ചെയ്ത് തരും. ചിലപ്പോ ഒരു ഓപ്പറേഷൻ വേണ്ടി വരും, കുറച്ച് പൈസ വേണ്ടി വരും. പറ്റുമോ? ശരി, നോക്കാം. ശരിയായിക്കോട്ടെ. $113. സാറേ എന്തെങ്കിലും സാറേ. ധർമ്മം കൊടമ്മ. അയ്യോ അയ്യോ എന്റെ മാല, അയ്യോ എന്റെ മാല, എന്റെ മാല, അയ്യോ എന്റെ മാല പൊട്ടിച്ചേ, അയ്യോ ഓടി വരണേ എന്റെ മാല പൊട്ടിച്ച്, അയ്യോ. എന്റെ മാലയെ പിടിച്ചോണ്ട് ദോ പോന്നു ദോ. അയ്യോടെ അയാളെ തല്ലരുത്, മാറിയില്ലേ, അയാളെല്ലാം ചെയ്യുന്നത്. ഇനി അയാളെ തല്ലരുത്, ഇനി തല്ലിയാൽ കൊലപാതകത്തിന് ഉത്തരം പറയേണ്ടി വരും. അയ്യോ, മാല പൊട്ടിച്ചത് ഞാനല്ല മാല പൊട്ടിച്ചത് ഞങ്ങൾക്ക് കുടിക്കാൻ കുറച്ച് വെള്ളം കൊടുക്ക്. പച്ച വെള്ളം പോലും കൊടുക്കരുത്. ഇപ്പൊ പിന്നെ തല്ലിക്കൊല്ലണം. മാല പൊട്ടിക്കുന്നതിന് ഇതായിരിക്കണം അനുഭവം. അതിന് അയാളല്ലോ മാല പൊട്ടിച്ചത്. മാല പൊട്ടിച്ചവന്മാര് ബൈക്കിൽ കയറി പോവുകയും ചെയ്തു. അവനെ പിടിക്കാൻ നിങ്ങളെ കൊണ്ട് സാധിച്ചില്ലല്ലോ. അതിരിക്കട്ടെ, ആ മാല പോയ സ്ത്രീ എവിടെ? ആരാന്നറിഞ്ഞൂടാ, ആരോ എന്റെ മാല വലിച്ചു പൊട്ടിച്ചു. ആ സമയം ഇയാൾ എന്റെ പുറകെ ഉണ്ടായിരുന്നു. ഇവര് വന്ന് മർദ്ദിച്ചു. ഹലോ, പോലീസ് സ്റ്റേഷൻ. എന്താ ഇവിടെ സംഭവം? കിടക്കുന്നവൻ ഈ സ്ത്രീയുടെ മാല പിടിച്ചു സാറേ. സാറേ, എനിക്കൊരു കാര്യം പറയാനുണ്ട്. അതൊക്കെ അങ്ങ് സ്റ്റേഷനിൽ ഒന്ന് പറഞ്ഞാൽ മതി. കോൺസ്റ്റബിൾ, ഇയാളത്തേക്ക് വണ്ടി ഇടും. അയ്യോ, എല്ലാം കൊണ്ടുപോകല്ലേ. അയ്യോ, ഞാനല്ല സാറേ, സാറേ എന്നെ കൊണ്ടുപോകല്ലേ സാറേ, ഞാനല്ല. അയ്യോ, ഞാൻ മാല പൊട്ടിച്ചില്ല സാറേ. അയ്യോ, എന്നെ കൊണ്ടുപോകല്ലേ സാറേ. അയ്യോ.
നീയാന്നോടാ ഇവരുടെ മാല പൊട്ടിച്ചെടുത്തത്? ഈശ്വരനാണ്, ഞാനല്ല മാല പൊട്ടിച്ചത്. നിന്നെയാന്നല്ലോടാ അവർക്ക് സംശയം. ഭിക്ഷ ചോദിച്ചു ചെന്നപ്പം ഇവരെനിക്ക് 5 രൂപ തന്നു. അതും വാങ്ങി കുറച്ച് ദൂരം ചെന്നപ്പം ഇവരുടെ നിലവിളി കേട്ട് ഞാൻ തിരിഞ്ഞു നോക്കി. ഇവരുടെ മാല ആരോ പൊട്ടിച്ചെടുത്തെന്നും പറഞ്ഞ് കുറെ ആൾക്കാർ ഓടി വന്ന് എന്നെ കയറി പിടിച്ച് കണ്ടമാനം ഉപദിച്ചു. ഒന്നും പറയാൻ സമ്മതിച്ചില്ല. ഇവനാണ് മാല പൊട്ടിച്ചതെന്ന് നിങ്ങൾ പറഞ്ഞോ? ഞാൻ ഭിക്ഷ കൊടുത്ത് മുന്നോട്ട് നീങ്ങുമ്പോൾ എന്റെ കഴുത്തിൽ കിടന്ന മാല ആരോ പിന്നിൽ നിന്ന് പൊട്ടിച്ചെടുത്തു. അല്ല, അപ്പോ ഒരു ചെറുപ്പക്കാരൻ ഓടിപ്പോകുന്നത് ഞാൻ കണ്ടു. തെണ്ടാൻ ഇറങ്ങിയാൽ ഒരു ദിവസം നിനക്ക് എന്തോ കിട്ടും? 500 രൂപയൊക്കെ കിട്ടും. ഇതൊക്കെ ആർക്കാടാ കൊണ്ട് കൊടുക്കുന്നത്? ഒരു മോളുണ്ട്, അവളെ പഠിപ്പിക്കാനും നല്ല രീതിയിൽ വളർത്താനുമായി ഞാൻ അവള് പോലും അറിയാതെ ഭിക്ഷ എടുക്കുന്നു. കുട്ടിക്ക് അമ്മയില്ലേ? വർഷങ്ങൾക്ക് മുമ്പ് എനിക്ക് കിട്ടിയ നിധിയാണ് അവൻ. വല്ലവരുടെയും കുട്ടിയെ തട്ടിക്കൊണ്ടുവന്നാന്നോടാ? അച്ഛനമ്മമാരെ കണ്ട ഓർമ്മ പോലും എനിക്കില്ല. തെരുവിൽ കിടന്നാണ് ഞാൻ വളർന്നത്. ഉം. വലുതായപ്പോൾ ഞാൻ കൂലിവേല ചെയ്താണ് ജീവിച്ചത്. ഒരിക്കലൊരു അപകടത്തിൽപ്പെട്ട് നട്ടലിന് ക്ഷതം സംഭവിച്ച എനിക്ക് ജോലി ചെയ്യാൻ വയ്യാതായി ജീവിതം വഴിമുട്ടിയപ്പോൾ മരിച്ചു കളയാമെന്ന് വിചാരിച്ചു ഞാൻ റെയിൽവേ ട്രാക്കിൽ പോയി. അപ്പോൾ അവിടെ ഒരു കുഞ്ഞിന്റെ കരച്ചിൽ ഞാൻ കേട്ടു. ചെന്ന് നോക്കിയപ്പോൾ 1.5 വയസ്സുള്ളൊരു കുഞ്ഞ്. അതിനെ കണ്ടപ്പോൾ എന്റെ മനസ്സലിഞ്ഞു പോയി. അതിനെ ഞാൻ വാരിയെടുത്ത് ചുറ്റും നോക്കി ആരെയും കണ്ടില്ല. അതിന്റെ ഓമനത്തുമുള്ള മുഖം കണ്ടപ്പോൾ എനിക്ക് ഉപേക്ഷിക്കാൻ തോന്നിയില്ല. ഞാൻ വളർത്താൻ തീരുമാനിച്ചു. ആ കുഞ്ഞിനെയും കൊണ്ട് ഞാൻ വീട്ടിലേക്ക് വന്നു, ഒപ്പം ജീവിതത്തിലേക്ക്. അതാണ് സത്യം. തനിക്ക് ഏതെങ്കിലും ജോലിക്ക് പോകരുതോ? കൂലിപ്പണിക്ക് പോകാനുള്ള ആരോഗ്യമില്ല. മറ്റൊരു ജോലി എനിക്ക് അറിഞ്ഞുകൂടാ. പഠിത്തവുമില്ല. എന്റെ മകളെ വളർത്താൻ ഇതല്ലാതെ മറ്റൊരു മാർഗവുമില്ല. മാഡം എന്ത് പറയുന്നു? ഇയാളുടെ പേരിൽ കേസ് അറിയണോ? വേണ്ട സാർ, ഇയാൾ പറഞ്ഞത് സത്യമാണെന്ന് തോന്നുന്നു. അയാളെ വിട്ടേക്ക്. പോ, അപ്പുറത്ത് പോയി പേരും അഡ്രസ്സും കൊടുത്തിട്ട് അങ്ങ് പൊയ്ക്കോ. ആ, മാല നഷ്ടപ്പെട്ടതിന് ഒരു പരാതി എഴുതി തന്നാൽ അന്വേഷിക്കാം. അച്ഛനിന്ന് വന്നില്ലെന്നാ തോന്നുന്ന. അച്ഛനിനി വരാതിരിക്കുവോ? എത്ര താമസിച്ചാലും എന്റെ അച്ഛനിങ്ങ് വരും. ഈ അമ്പിളി മോളെ തനിച്ചാക്കിയിട്ട് എങ്ങും പോത്തില്ല. എടാ രാമ, രാമ, എടാ രാമ, എടാ നിനക്ക് എന്തു പറ്റി? എടാ എന്തു പറ്റിയെന്ന്? എടാ എന്തു പറ്റിയെന്ന് പറ. എനിക്ക് തീരെ വയ്യ. എന്റെ മോളെ ഒന്ന് കാണണം. അയ്യോ, അതിനു മുമ്പ് നമുക്ക് ആശുപത്രി പോവാം. വേണ്ട, ഞാനൊരു ഭിക്ഷക്കാരനാണെന്നാ അവൾ അറിയണ്ട. ഞാൻ ഈ വേഷമൊക്കെ ഒന്ന് മാറട്ടെ. അതൊക്കെ ശരി, അവളെ ഞാൻ ഇപ്പൊ വിളിച്ചോണ്ട് വരാം. അതിനു മുമ്പ് നീ ഈ വേഷമൊക്കെ അങ്ങ് മാറി.
അയ്യോ മോളെ അയ്യോ അയ്യോ എന്റെ മോളെ മോളെ ബാ എഴുന്നേക്ക് എഴുന്നേക്ക് മോളെ എണീ ആ ബാ എഴുന്നേറ്റു എണീച്ചോ പെട്ടെന്ന് എണീരേ എണീച്ചോ അച്ഛാ. മോളെ അച്ഛൻ വന്നില്ലയോ? ഇല്ല, നിങ്ങളാരാ? ഞാനേ അച്ഛന്റെ ഒരു കൂട്ടുകാരനാ. എന്റെ അച്ഛൻ എവിടെ? എനിക്ക് എന്റെ അച്ഛനെ കാണാം. അച്ഛൻ ജോലി സ്ഥലത്ത് നിൽക്കുക മോളെ. അച്ഛൻ പറഞ്ഞിട്ടാ ഞാൻ വന്നത് മോളെ കൂട്ടിക്കൊണ്ട് പോവാൻ. അച്ഛൻ്റെ അടുത്ത് പോണം. ആ നമുക്ക് പോവാം. ആ ആ ആ എഴുന്നേര്. ആ അതൊക്കെ അവിടെ ഇരിക്കട്ടെ, അതൊന്നും വേണ്ട ഇപ്പോഴും. അവിടെ വെച്ചേരെ. വാ പോവാം. ചത്തവനായ ചത്ത്. ആ ഈ കൊച്ചിനെ വല്ല പാണ്ടി നാട്ടിലെങ്ങനെ കൊടുത്ത് കാശ് മേടിക്കും. അങ്ങനെ തന്നെ. ആ വാ മോളെ. ആ മാമ, അത് ആരാ? ആ ഏതോ ഒരു പിച്ചക്കാരൻ ചത്ത് കിടക്കും. മോള് വാ നമുക്ക് പോവാം. ആ. ഈ കുട്ടിയുടെ ഭാവി ഇനി എന്താകും? ഡോക്ടറാകുമോ അതോ ഭിക്ഷാപാത്രം കയ്യിലെടുക്കുമോ? ഇതുപോലെ എത്രയെത്ര കുരുന്നുകളുടെ ജീവിതം ഈ ദൈവത്തിൻ്റെ സ്വന്തം നാട്ടിൽ ഹോമിക്കപ്പെടുന്നു. ഇനി എന്ത്